Welcome to another session of our Kerala Mural Painting online class series. ലാസ്റ്റ് മന്ത് ഈ സീരീസിലെ ഫസ്റ്റ് സെഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. കുറച്ച് ബേസിക് ആയ ഹാൻഡ് ബാലൻസ് എക്സസൈസസും എലിമെൻറ്റ്സ് ആൻഡ് പാറ്റേൺസും ഫേഷ്യൽ ഫീച്ചേഴ്സുമാണ് നമ്മൾ ആ സെഷനിൽ കവർ ചെയ്തത്. ഇൻഡിവിജ്വലായി കവർ ചെയ്ത ആ ഓരോ എലിമെൻറ്റ്സും എങ്ങനെയാണ് ഒരു പെയിൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ സെഷനിൽ നോക്കാം. ഇൻഡിവിജ്വലായിട്ട് ഓരോ എലിമെൻറ്റ്സ് ആയിട്ട് നോക്കി പോകുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ബേസിക് ആയ കുറച്ച് എലിമെൻറ്റ്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പെയിൻറ്റിങ്ങിലേക്ക് വരച്ചു തുടങ്ങുന്നതാണ്. അപ്പോഴാണ് ഒരു പെയിൻറ്റിങ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതും പെയിൻറ്റിങ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. ഹിയർ ഓൺവേർഡ്സ് നമ്മുടെ സെഷൻസിൽ ഒരു ചെറിയൊരു പെയിൻറ്റിങ് അതെങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് എന്നുള്ളതിൻ്റെ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇനിയും കവർ ചെയ്ത് പോകാനുള്ള കുറച്ചുകൂടി ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സെഷൻ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കിരീടം, കുറച്ചുകൂടി ഓർണമെൻറ്റ്സും ഒക്കെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതെല്ലാം ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ത്രൂ ആ പെയിൻറ്റിങ്. സോ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ യു വിൽ ഹാവ് ക്രിയേറ്റഡ് എ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ഓഫ് യുവർ ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. 3 to 4 minutes ആയിരിക്കും മാക്സിമം ഡ്യൂറേഷൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും സമയപരിമിതികളുണ്ട്. ഒരുപാട് ഡ്യൂറേഷനിൽ ലോങ് ആയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് എപ്പോഴും ബെനിഫിഷ്യൽ ആവുക ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡ്രോയിങ് ഇതിൻ്റെ എല്ലാം കമ്പൈൽ ചെയ്തിട്ട് ഒറ്റൊരു വീഡിയോ ആയിട്ടും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നോക്കേണ്ടത് എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യുന്നത് എന്നാണ്. സോ ഡ്രോയിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ക്യാൻവസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ക്യാൻവസിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ ഡ്രോ ചെയ്യാണ്. ടോപ്പിൽ നിന്ന് 1 centimeter വിട്ടിട്ടാണ് നമ്മൾ കിരീടത്തിൻ്റെ ടോപ്പ് പോർഷൻ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് 15 centimeters താഴെയായിട്ട് ഫോർഹെഡിൽ കിരീടം വന്നിരിക്കുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം താഴേക്ക് 10 centimeters ആ പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്യാം. 10 centimeters മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1 centimeter കൂടി താഴേക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത എല്ലാ പോയിന്റ്സിലും പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഫേസിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. അതിനായിട്ട് നമ്മുടെ ഫോർഹെഡ് കിരീടം വന്നിരിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് 5 centimeters ടു ബോത്ത് സൈഡ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലൂടെ നമ്മുടെ സെൻറ്റർ ഡിവിഷൻ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. ഫോർഹെഡിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്തതിൽ നിന്ന് 3 centimeter താഴെയായിട്ടാണ് നമ്മൾ ഐസിൻ്റെ ലൈൻ വരച്ചിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു 1 centimeter ഡിസ്റ്റൻസിലാണ് നമ്മൾ ഐബ്രോൻ്റെ ലൈൻ വരയ്ക്കുന്നത്. ഇനി 3 centimeters താഴെയായിട്ട് നോസ്, അവിടെ നിന്ന് 1 centimeter താഴെയായിട്ട് ലിപ്സിൻ്റെ സെപ്പറേഷൻ ലൈൻ വരുന്ന പോയിൻ്റാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, പക്ഷെ വരച്ച് വരുമ്പോൾ യു വിൽ സീ അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. സോ ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിലെല്ലാം ഹൊറിസോണ്ടലായിട്ട് ഗൈഡ് ലൈൻസ് വരയ്ക്കാം. ഐസിൻ്റെ ലൈനിൽ നിന്ന് തുടങ്ങി ഫോർഹെഡിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് നമ്മൾ ഇതേപോലെ ആർക്സ് യൂസ് ചെയ്ത് ഫേസിൻ്റെ ഫോർഹെഡ് പോർഷൻ ആദ്യം ഒന്ന് ഫ്രെയിം വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഓൾ ദ വേ ഡൗൺ ടു ദ ചിൻ നമ്മൾ ഫേസിൻ്റെ ഒരു ബേസിക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനെ ഇനിയും ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. ബാക്കി ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ വരച്ചതിന് ശേഷം നമ്മൾ അറ്റ് ദി എൻഡ് ഒന്നുകൂടി ഷേപ്പ് ചെയ്ത് ഭംഗിയാക്കുന്നതായിരിക്കും. കണ്ണുകൾ വരയ്ക്കാൻ വേണ്ടി സെൻറ്റർ ഡിവിഷൻ ലൈൻ നമ്മുടെ ഐസിൻ്റെ ലൈനിൽ മാർക്ക് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻറ്റിൽ നിന്ന് 0.5 centimeters ടു ബോത്ത് സൈഡ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഐസിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 4 centimeters ആണ്. കണ്ണുകളുടെ ഹൈറ്റ് വരുന്നത് നമ്മുടെ ഐ ലൈനിൽ നിന്ന് 0.6 centimeters മുകളിലേക്കായിട്ടാണ്. ഇനി നമുക്ക് കണ്ണുകൾ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് സിമ്മെട്രി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇനി നമ്മൾ അപ്പർ ഐലിഡാണ് വരയ്ക്കുന്നത്. സെൻറ്റർ ഡിവിഷൻ ലൈനിൽ നിന്ന് 0.25 centimeters ഓൺ ബോത്ത് സൈഡ്സ്, അതായത് ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 centimeter ആണ്. നോസ് ബ്രിഡ്ജ് മാർക്ക് ചെയ്യുക. അപ്പർ ഐലിഡിൽ നിന്ന് 1 centimeter ഹൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഐബ്രോസിൻ്റെ ടോപ്പ് പോർഷൻ മാർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ പോയിൻ്റ് എടുത്തിട്ട് ഒരു ഗൈഡ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഐബ്രോസ് വരയ്ക്കുക. കണ്ണുകളുടെ താഴെ ലോവർ ഐലിഡും കൂടി മാർക്ക് ചെയ്യാം.
അടുത്തത് നോസിൻ്റെ ലൈനിൽ നമുക്ക് നോസ് വരയ്ക്കാം. നോസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. സോ ശാന്തം രൂപത്തിൽ നമുക്കൊരു നോസ് വരയ്ക്കാം. ഇനി അടുത്ത ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ലിപ് സെപ്പറേഷൻ ലൈനാണ്. അവിടെ നമുക്ക് ലിപ് സെപ്പറേഷൻ വിത്ത് എ സ്മൈൽ നമുക്ക് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം ലിപ്സ് വരയ്ക്കാം. ലിപ്സും നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച പോലെ തന്നെ നമുക്കിവിടെ വരയ്ക്കാം. നമ്മളിന്ന് വരയ്ക്കുന്ന ഡേറ്റി ത്രിപുര സുന്ദരി ദേവിയാണ്. സോ തൃക്കണ്ണാണ്, അതുകൊണ്ട് മൂന്നാമത്തെ കണ്ണാണ് നമ്മൾ ഫോർഹെഡിൽ വരയ്ക്കുന്നത്. ചിൻ ഗൈഡ് ലൈനിൽ ചിൻ വരയ്ക്കാം. അതിനുശേഷം കൃഷ്ണമണിയൊക്കെ വരച്ച് കണ്ണ് പൂർത്തിയാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൻ്റെ ഫൈനൽ ഷേപ്പിംഗ് ചെയ്യണം. അതിനുവേണ്ടി ചീക്സ് കുറച്ചുകൂടി റൗണ്ടഡ് ആക്കി നമ്മുടെ മുഖത്തിന് ഭംഗി എന്നോണം നമ്മൾ ഷേപ്പ് ചെയ്ത് ഫൈനൽ ഷേപ്പ് ചെയ്തെടുക്കുന്ന സ്റ്റെപ്പാണ് ഇപ്പോൾ കാണുന്നത്. നോസിലൊരു ഓർണമെൻ്റ് ഉണ്ട്, അത് ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. അടുത്തത് നമുക്ക് ഇയേഴ്സ് വരയ്ക്കാം. ഇയേഴ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഐ ഗൈഡ് ലൈനിൽ നിന്ന് നോസ് ഗൈഡ് ലൈൻ വരെയാണ് ഇയേഴ്സിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇനി വിഡ്ത്ത് പറയുമ്പോൾ അപ്പർ പോർഷൻ ഓഫ് ദി ഇയർ 1 സെൻറ്റിമീറ്ററും ലോവർ പോർഷൻ ഓഫ് ദി ഇയർ 1.5 സെൻറ്റിമീറ്റേഴ്സുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റിൽ ഇയേഴ്സ് വരച്ച് ബേസിക്കായ ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ പറയുന്ന മെഷർമെൻറ്റ്സ് ഒന്നും തന്നെ തലപ്രമാണം അനുസരിച്ചിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ഈ ഒരു ഡ്രോയിങ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ സെൻറ്റിമീറ്റേഴ്സിലൊരു കണക്ക് പറയുന്നേ ഉള്ളൂ. താലപ്രമാണം വളരെ എക്സ്റ്റെൻസീവായിട്ട് പഠിക്കേണ്ട ഒരു മെഷർമെൻറ്റ് രീതിയാണ്. നമ്മളൊരു 2 months ഒക്കെ എടുത്തിട്ടാണ് ഓൺലൈൻ ക്ലാസ്സിൽ അത് പഠിപ്പിക്കുന്നത്. സോ അത്രയും എക്സ്റ്റെൻസീവായിട്ട് യൂട്യൂബിലൂടെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല താലപ്രമാണം. അത് അങ്ങനെ പഠിക്കേണ്ടതല്ല. താലം ടു അങ്കുല, അങ്കുല ടു യവം ആൻഡ് ഓൾ ദിസ് ടു സെൻറ്റിമീറ്റേഴ്സ് ഒരു കൺവേർഷൻ ഉണ്ട്. ആ കൺവേർഷൻ ഒരു 1-to-1 ഇൻഡിവിജ്വൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മെഷർമെൻറ്റ്സ് പറഞ്ഞു തരുന്നത്. ആൻഡ് പ്ലീസ് നോട്ട്, ഇത് യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് അളവുകളല്ല ഇവിടെ പറയുന്നത്. ഇതൊരു 30x40 സെൻറ്റിമീറ്റർ ക്യാൻവസാണ്. ആ ക്യാൻവസിൽ ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ആണ് പറയുന്നത്. ഒട്ടും വരയ്ക്കാൻ അറിയാത്ത വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഈ രീതിയിൽ പറഞ്ഞു തരുന്നത്. കൺവേർഷൻസ് ഒന്നും ഇല്ലാതെ ഇത്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഒരു സെൻറ്റിമീറ്റർ കണക്ക് പറയുന്നത്. പക്ഷേ ഇത് യൂണിവേഴ്സലായിട്ട് എല്ലാ ഡ്രോയിങ്സിനും യൂസ് ചെയ്യാനുള്ളതല്ല, താലപ്രമാണം ബേസ് ചെയ്തിട്ടും അല്ല. ബിഗിനേഴ്സിന് ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ആളുകൾക്ക് കുറച്ചെങ്കിലും വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന കുറച്ച് മെഷർമെൻറ്റ്സ് മാത്രമാണ്. ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കോൺസെപ്റ്റ്സ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.